ശ്രീമദ് ഭാഗവതം ക്ലാസ് 288. നമ്മൾ സ്കന്ധം 10 രണ്ടാം ഭാഗത്തിലെ 86 അധ്യായമായിട്ട് സുഭദ്രാപഹരണവും സുഭദ്രാപഹരണ പ്രസ്താവം അതിനെപ്പറ്റിയും മറ്റു ചില കാര്യങ്ങളുമാണ് പറയുന്നത്. ഈ മറ്റു ചില കാര്യങ്ങളിൽ ഈ സുഭദ്രാപഹരണത്തിലും എല്ലാം കൃഷ്ണൻ്റെ ഭരണം അല്ലെങ്കിൽ കൃഷ്ണൻ്റെ കാലഘട്ടം അല്ലെങ്കിൽ യദുവംശം അവിടെ കാര്യങ്ങൾ എങ്ങനെയെല്ലാമാണ് നടക്കുന്നത്. അത് മാത്രമല്ല പറയുന്നത്, യഥാർത്ഥത്തിൽ ഈ ഋഷികൾ, വേദങ്ങളെല്ലാം എഴുതിയ ഋഷികൾ, അവരാണ് ഏറ്റവും വലിയ ബ്രാഹ്മണർ. ശാസ്ത്രജ്ഞാനം, പൂർണ്ണ ശാസ്ത്രജ്ഞാനം തികഞ്ഞവരാണ് ഋഷികൾ. നമ്മൾ ആധുനിക സയൻസിൽ ശാസ്ത്രം കണ്ടെത്തിയവരെല്ലാം എല്ലാവരും ബ്രാഹ്മണർ തന്നെയാണ്. പക്ഷേ അവർ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ആറ്റങ്ങൾ, എനർജി അവിടെ നിന്നാണ് സൃഷ്ടി തുടങ്ങിയത് എന്നതിൽ എത്തിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാം ബ്രാഹ്മണർ തന്നെയാണ്. പക്ഷെ എല്ലാം അടങ്ങിയ ഗ്രന്ഥമാണ് വേദങ്ങൾ. അപ്പം വേദങ്ങൾ രചിച്ച ഋഷികൾ ഒന്ന് ബഹുമാനിക്കണമെന്ന് പറയുന്ന ഒരു അധ്യായം കൂടിയാണ് അത്. ഋഷികളെ ബഹുമാനിക്കാൻ, അത് സ്വയം ഋഷികൾ പറയുന്ന, അത് പറയേണ്ട ആവശ്യമുണ്ട്. കാരണം എല്ലാ ജ്ഞാനവും കഴിഞ്ഞ് അവർ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് സയൻസ് മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചോ ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചോ ഇല്ലയോ എന്നുള്ളതെല്ലാം വേറെ വശം. പക്ഷെ അവർ പ്രപഞ്ച രഹസ്യം മുഴുവൻ എഴുതി തന്നു. അപ്പം അവരാണ് ഏറ്റവും വലിയ ബ്രാഹ്മണർ. അപ്പം അവരെ നിങ്ങൾ ആരാധിക്കുക എന്ന് അവർക്ക്, അതൊരു സത്യം തന്നെയാണ്. അവരെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. പക്ഷേ അവർ തന്നെ കയറിയിട്ട്, വേദവ്യാസം കയറിയിട്ട് എന്നെ നിങ്ങൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കാണുക? വേദവ്യാസനെ അല്പനായിട്ടാണ് കാണുക. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? കൃഷ്ണൻ എന്ന ഒരു കഥാപാത്രത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇതുവരെ പറഞ്ഞതെങ്കിൽ ഈ വേദങ്ങൾ കഴിയാൻ പോകുന്ന ഈ അവസാന ഘട്ടത്തിൽ, കഴിഞ്ഞിൽ എന്നും കുറച്ചുണ്ട്, ആ അവസാന ഘട്ടത്തിൽ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഈ ഋഷികളെ മുഴുവൻ നിങ്ങൾ ബഹുമാനിക്കുക, അവരെ ആരാധിക്കുക, അവരിലൂടെയാണ് നിങ്ങൾക്ക് ഐശ്വര്യം കിട്ടുന്നത്. അതിലേക്കും കൂടിയാണ് ഇത് കിടക്കുന്നത്. അപ്പം നമുക്കതിലേക്ക് വരാം. ആദ്യം സുഭദ്രാപഹാരത്തെ പറ്റിയെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കതിലേക്ക് വരാം. ഒന്നില് പരീക്ഷിത്ത് ബ്രഹ്മർഷി എന്ന് ചോദിച്ചിട്ട് ശുകനോട് ചോദിക്കുകയാണ്, അർജുനൻ രാമകൃഷ്ണന്മാരുടെ സഹോദരിയെ വിവാഹം ചെയ്തത് എങ്ങനെയെന്ന് അറിയുവാൻ ആഗ്രഹമുണ്ട്. അപ്പം അർജുനൻ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ സഹോദരിയെ വിവാഹം കഴിച്ചത് എങ്ങനെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം ആ സുഭദ്ര എൻ്റെ മുത്തച്ഛിയാകുന്നു. അപ്പം മുത്തച്ഛിയായതുകൊണ്ടുള്ള താല്പര്യം കൂടിയും ഉണ്ട്. ഇപ്പം 2:3 ശ്രീസുകൻ പറയുകയാണ്, അർജുനൻ തീർത്ഥയാത്രയെല്ലാം നടത്തി, അങ്ങനെ തീർത്ഥയാത്രയുടെ ഭാഗമായിട്ട് ലോകം മുഴുവൻ കറങ്ങി സഞ്ചരിച്ചിട്ട് അവസാനം പ്രഭാസ തീർത്ഥത്തിൽ എത്തി. അവിടെ തൻ്റെ അമ്മാവൻ്റെ മകളായ സുഭദ്രയെ ബലരാമൻ ദുര്യോധന കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെന്നും, അപ്പം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഒരു വാർത്ത കേൾക്കുന്നു, അമ്മാവൻ്റെ മകളായ സുഭദ്രയെ ബലരാമൻ ദുര്യോധനന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നു. അപ്പം സഹോദരൻ സഹോദരിയെ പിടിച്ചിട്ട് ദുര്യോധനന് സ്വന്തം ഇഷ്ടപ്രകാരം കഴിച്ചു കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നത് മുൻ തലമുറയാണ്. ബലരാമൻ മൂത്തതാണ്,
അനിയനാണ് കൃഷ്ണൻ. കൃഷ്ണൻ്റെ കാലഘട്ടം വരുമ്പോഴാണ് കാര്യങ്ങളെല്ലാം മറയുന്നത്. അവരവർക്ക് ഇഷ്ടപ്പെട്ടത് കല്യാണം കഴിക്കണം. അതാണ് കൃഷ്ണൻ എന്ത് കല്യാണത്തിൻ്റെ വിഷയം വരുമ്പോഴും ഈ തത്വമാണ്. അതായത് അവരവർക്ക് ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചു. അതിൽ അച്ഛനും അമ്മക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇനിയുള്ള ജീവിതം നയിക്കേണ്ടത് അവരാണ്. അവരിഷ്ടപ്പെട്ടത് കല്യാണം കഴിച്ചു. ഇതാണ് കൃഷ്ണൻ്റെ തത്വം. അപ്പോൾ ബലരാമൻ ദുര്യോധന കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നുവെന്നും മറ്റുള്ളവർക്ക് അതിനിഷ്ടമില്ല എന്നും അദ്ദേഹം അറിഞ്ഞു. എന്നാൽ അച്ഛനമ്മമാർക്കൊന്നും അതിൽ വലിയ ഇഷ്ടമില്ല. ഇവന് മാത്രമാണ്, ബലരാമന്. അവളെ കൈക്കലാക്കുവാൻ ആഗ്രഹിക്കുന്ന അർജുനൻ, എന്നാൽ അമ്മാവൻ്റെ മോളാണല്ലോ, ഇങ്ങേർക്കൊരു നോട്ടമുണ്ട്. അപ്പം അവളെ കൈക്കലാക്കുവാൻ ആഗ്രഹിക്കുന്ന അർജുനൻ സന്യാസി വേഷം ധരിച്ച് ദ്വാരകയിലേക്ക് പോയി. ഒരു വേഷമെല്ലാം മാറി ഒരു സന്യാസീൻ്റെ വേഷത്തിൽ ദ്വാരകയിലേക്ക് എത്തി. ചുരുക്കി പറയുകയാണ്. അങ്ങനെ ബലരാമനടക്കം തിരിച്ചറിയാതെ വർഷകാലം മുഴുവൻ അവിടെ കഴിച്ചുകൂട്ടി. ആ മഴക്കാലം മുഴുവൻ അവിടെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ കഴിച്ചുകൂട്ടി. 5 ഒരിക്കൽ അവൻ ഒരു വിരുന്ന് സൽക്കാരത്തിൻ്റെ എല്ലാം ഭാഗമായിട്ട് ആ ഗൃഹത്തിലെത്തി. കാരണം സന്യാസിയാണല്ലോ. അപ്പം ബലരാമനും എല്ലാം സ്വീകരിച്ച് അവിടെ ഇരുത്തി. അവിടെ വെച്ച് ആ പെൺകിടാവിനെ കണ്ടു. സുന്ദരിയായ അവളെ എല്ലെങ്കിലും അവളിൽ ആസക്തിയാൽ ഹൃദയത്തിൽ അവളെ സമർപ്പിച്ചു. അവളെ കണ്ടപ്പോൾ അവളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിൽ ഉദിച്ചു. അവളാകട്ടെ സ്ത്രീജനങ്ങളുടെ മനസ്സിനിണങ്ങുന്ന അദ്ദേഹത്തെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ലജ്ജയോടെ കടാശക്കണ്ണെറിഞ്ഞു. അവളും ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു കടാശക്കണ്ണെറിഞ്ഞു എന്ന് പറയുകയാണ്, ലജ്ജയോടുകൂടി. എൻ്റെ ഇഷ്ടം എനിക്കും ഇഷ്ടമാണ് എന്ന് അറിയിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൽ തൻ്റെ കണ്ണും കരളും ചെലുത്തിക്കൊണ്ട് ആഗ്രഹം പ്രകടമാക്കി. അവളും തൻ്റെ ആഗ്രഹം പ്രകടമാക്കി. അയാളിൽ ആ കടക്കണ്ണെറിഞ്ഞുകൊണ്ട് അയാളുടെ കണ്ണിലും കരളിലും അവളുടെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് അവളുടെ ആഗ്രഹം അങ്ങോട്ട് പ്രകടിപ്പിച്ചു. 8 അവളെ തന്നെ സദാ ചിന്തിച്ചുകൊണ്ടും അവളെ കൈക്കലാക്കുവാനുള്ള തക്കം ലഭിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടും ഇരുന്ന അർജുനൻ്റെ മനസ്സിന് പിന്നെ സമാധാനം കിട്ടിയേയില്ല എന്ന് പറയുകയാണ്. എപ്പോഴും അവളെ പറ്റിയുള്ള ചിന്ത, എങ്ങനെ കൈക്കലാക്കണം എന്നുള്ള വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു അർജുനൻ അപ്പോൾ. 9, 10 ഒരു ദിവസം ഒരു ഉത്സവത്തിൽ അവൾ അവളുടെ രഥത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരു ഉത്സവകാലത്ത് അവളുടെ ഉത്സവം കാണാൻ വേണ്ടിയിട്ട് രഥത്തിൽ പോകുന്ന സമയത്ത് അച്ഛനമ്മമാരുടെയും കൃഷ്ണൻ്റെയും എല്ലാം മൗനാനുവാദത്തോടുകൂടി എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മൗനാനുവാദത്തോടുകൂടി അവളെ എന്ത് ചെയ്തു? അർജുനൻ തട്ടിയെടുക്കുവാനുള്ള അവസരമായി കണ്ടു. അത് തട്ടിയെടുത്തു കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല അവസരമായിട്ട് കണക്കാക്കി അദ്ദേഹം സിംഹം തൻ്റെ ഇരയെ, ഇതെപ്പോഴും ഈ ഉദാഹരണം പറയുന്നതാണ്, സിംഹം ഇരയെ തട്ടിയെടുത്ത് കൊണ്ടുപോകുന്നത് പോലെ അവളുടെ രഥത്തിൽ പിടിച്ച് കയറ്റിയിട്ട് വില്ലെടുത്തിട്ട് തടുക്കുവാൻ വരുന്ന രാജാക്കന്മാരെയെല്ലാം ഭടന്മാരെയെല്ലാം അകറ്റിക്കൊണ്ടുപോയി. അപ്പം പല രാജാക്കന്മാരും ഭടന്മാരെല്ലാം തടുക്കാൻ വന്നപ്പോൾ അവരെയെല്ലാം നേരിട്ട് കൊണ്ട് അടിച്ചെടുത്ത് കൊണ്ടുപോയി. അത് കേട്ട ബലരാമൻ 11 വെളുത്ത വാവൽ നാടിലെ കടൽ കണക്കെ, വെളുത്ത വാവൽ നാളിൽ കടൽ പ്രക്ഷുബ്ധമാകും, അതുപോലെ ഇളകി മറിഞ്ഞു, കോപം കൊണ്ട് ഇളകി മറിഞ്ഞു. പിന്നെ കൃഷ്ണനാലും മറ്റുള്ളവരാലും കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ അവർ മെല്ലെ ഒന്ന് ഒതുങ്ങി. പിന്നെ കൃഷ്ണനും അച്ഛനും അമ്മയും എല്ലാം കൂടിയിട്ട് കാല് പിടിച്ചു. അപ്പോഴാണ് ബലരാമനൊന്ന് അടങ്ങിയത്. പിന്നെ ബലരാമൻ സന്തോഷിച്ചിട്ട് ദമ്പതികൾക്ക് വില പിടിപ്പിച്ചിട്ടുള്ള അലങ്കാരങ്ങൾ, ആന, കുതിര, മറ്റേ കപ്പൽ, മറ്റേ ഇത്
രഥം ഇതെല്ലാമായിട്ട് ദാസിമാർ എന്നിവരുടെ എല്ലാം കൂടിയിട്ട് സ്ത്രീധനമായിട്ട് കൊടുത്തിട്ട് വിട്ടു. ഇനി 13 ശ്രീ സുഗരൻ പറയുകയാണ്, ശ്രീകൃഷ്ണ ഭക്തിയാൽ ശാന്തനായും. അപ്പം ആ വിഷയം അങ്ങനെ തീർന്നു. അതങ്ങ് ജസ്റ്റ് പറഞ്ഞിട്ട് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അപ്പം കൃഷ്ണൻ്റെ കാലഘട്ടത്തിൽ ആർക്കാണ് പരസ്പരം ഇഷ്ടം അവർ കല്യാണം കഴിച്ചിട്ട് പോവുക. ജാതിയും മതമൊന്നും ഒരു പ്രശ്നമില്ല. ഇതാണ് സനാതന ധർമ്മം. ഭാഗവതം പറയുന്ന ഇവിടെ ജാതി മതമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മാവൻ്റെ മോള് തന്നെ, അതെല്ലാം ശരി തന്നെ. എല്ലാം ഇങ്ങനെയെല്ലാം അടിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ പക്ഷത്താണ് കൃഷ്ണൻ. എല്ലാം വീട്ടുകാരൊന്നും പിടിച്ച് ചേട്ടനൊന്നും അല്ല പിടിച്ച് കെട്ടിക്കണ്ടത്. ഈ ശൈലിയിലാണ് കൃഷ്ണൻ്റെ ലോകം. ഇനി വേറെ വിഷയത്തിലേക്ക് വരികയാണ്. ശ്രീസുഖൻ പറയുകയാണ്, കൃഷ്ണഭക്തിയാൽ ശാന്തനായും വിദ്വാനായും വിഷയാസക്തി ഇല്ലാത്തവനായും. കൃഷ്ണഭക്തിയുണ്ട്, ശാന്തനാണ്, ജ്ഞാനം തികഞ്ഞ വിദ്വാനാണ്, വിഷയാസക്തിയില്ല, വിഷയത്തിലൊന്നും ബൗദ്ധിക സുഖങ്ങളിലൊന്നും താല്പര്യമില്ലാത്തവനായും. ശ്രീ സുതദേവൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അപ്പം ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ് സുതദേവനാണെന്നാണ് പേര്. എല്ലാ ജ്ഞാനവും തികഞ്ഞവനായിരിക്കണം. ജ്ഞാനം എന്ന് പറയുന്നത് വേദമാണ്, സയൻസാണ്. എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ചവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ ജനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് ഒരു ബോർഡും വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണനാവില്ല. വേദത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല, വേദം ചൊല്ലാൻ പോലും അറിയില്ല. ഇതെല്ലാം എങ്ങനെയാണ് ബ്രാഹ്മണനാകും? അദ്ദേഹം ഗൃഹസ്ഥനെന്നിരിക്കലും പനെന്നിൽ പറയണം. അവൻ കുടുംബത്തിലുണ്ട്. കാരണം നമുക്ക് ധർമ്മം ചെയ്യണം, കുട്ടികളുണ്ടാകണം, നമ്മളെ കുട്ടികൾ, ഇതെല്ലാം നമ്മുടെ ധർമ്മമാണ്. അപ്പോൾ അതെല്ലാം ആ ശക്തിക്കായിക്കൊണ്ട് ചെയ്യുന്ന എന്ന നിലയിൽ അദ്ദേഹം ഗൃഹസ്ഥനെന്നിരിക്കലും കിട്ടുന്നത് കൊണ്ട് ഉദരക്രിയകളെല്ലാം ചെയ്ത് വിശപ്പെല്ലാം അടക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ എന്തെങ്കിലും ചെറിയ കർമ്മം ചെയ്യും. അതിൽ നിന്ന് കിട്ടിയാൽ അതും കഴിച്ചിരിക്കും. മിഥിലാപുരിയിൽ വസിക്കുകയായിരുന്നു. ഓരോ നാളും ജീവിതവൃത്തിക്കായുള്ള തുക മാത്രം കർമ്മവശാലിൽ വന്നു ചേരുന്നു. എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിലൂടെ കിട്ടുന്നതും കൊണ്ട് ജീവിച്ച് പോകുന്നു. അതാണ് ബ്രാഹ്മണൻ്റെ ലക്ഷണം. അതിലും കവിഞ്ഞ് വരുന്നതല്ല എന്ന് കരുതി അതിൽ സന്തുഷ്ടനായി ക്രിയ ചെയ്യുന്നു. അവൻ്റെ കർമ്മം ചെയ്യുന്നു, കിട്ടുന്നത് കൊണ്ട് സംതൃപ്തിയായിട്ട് ജീവിക്കുന്നു. ഒരു കുടുംബത്തിൽ എല്ലാവരും എന്താണ് ചെയ്യുക? അവരവർ കർമ്മം ചെയ്യും, കിട്ടുന്നത് തുല്യമായി വീതിച്ച് എടുക്കും. ലോകം തന്നെ കുടുംബമാകുമ്പോൾ, ഒരു വസുദേവ കുടുംബമാകുമ്പോൾ കൃഷ്ണൻ്റെ ലോകം അതാണ്. എല്ലാവരും കർമ്മം ചെയ്തിട്ട് അവർ അനുഭവിക്കുന്നു. നാളത്തേക്ക് എന്ന് വെച്ച് കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതാ അധ്വാനിക്കുക, കിട്ടുന്നത് എല്ലാവരും അനുഭവിക്കുക. അതാണ് ശരിയായ കൃഷ്ണൻ വിഭാവനം ചെയ്യുന്ന ലോകം. ഈ ബ്രാഹ്മണനെ വെച്ചുകൊണ്ട് പറയുകയാണ്, ബ്രാഹ്മണൻ അങ്ങനെയുള്ള ആളായിരിക്കണം. പിന്നെ ആ രാജ്യത്തിലെ ബഹുലാശ്വൻ എന്ന മിഥുല രാജാവും അതേ തരത്തിലായിരുന്നു, അഹങ്കാരരഹിതനായും. അവർ ഇരുവരും കൃഷ്ണന് വേണ്ടപ്പെട്ടവരായിരുന്നു. അപ്പം മിഥിലാപുരിയിലെ രാജാവും മിഥുലയിലെ രാജാവും ഈ ബ്രാഹ്മണന്റെ പോലെ എന്താണ്, അഹങ്കാരമൊന്നുമില്ലാതെ കർമ്മം ചെയ്യുന്നു, ജീവിക്കുന്നു. അല്ലാതെ സ്വാർത്ഥത, അഹങ്കാരങ്ങൾ ഒന്നും തന്നെ ഇല്ല. ഇവർ രണ്ടുപേരും കൃഷ്ണന് വേണ്ടപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊരു ലോകമാണ് യദുവംശത്തിൽ ഉണ്ടാക്കിയതെങ്കിൽ അവിടെ കൃഷ്ണൻ വസിക്കുകയാണ്. ഇതേപോലെയുള്ള ജനങ്ങളും രാജാവും ഉള്ള സ്ഥലത്താണ് കൃഷ്ണന് താല്പര്യം. എല്ലാവരും കർമ്മം ചെയ്യുന്നു, കിട്ടുന്നത് പങ്കിട്ടെടുത്ത് ജീവിക്കുന്നു. അല്ലാതെ വാരിപ്പിടിക്കുന്ന സ്വഭാവം ഇല്ല. ഇപ്പം ബ്രാഹ്മണന്റെ സ്വഭാവം ഇതാണ്.
അല്ലാതെ അന്നന്ന് കർമ്മം അവനാണ് ബ്രാഹ്മണൻ. ഇന്നാണെങ്കിലോ അമ്പലത്തിലെ പലകയടക്കം വാതിൽ പോലും അടിച്ചെടുത്ത് വിഗ്രഹം അടക്കം വെടിക്കല് അടിച്ചെടുത്ത് കൊണ്ടുപോകുന്നതാണ് ഇന്നത്തെ അവസ്ഥ. ഭയങ്കര ഭക്തിയാണ് ബ്രാഹ്മണരായിരിക്കും. പാളികളെല്ലാം അടിച്ചു കൊണ്ടുപോകും. അവിടെ എന്താണ് പിന്നെ വെക്കുക, എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കൊണ്ടുവെക്കും. ഇപ്പൊ ബ്രാഹ്മണന്റെ ലക്ഷണം ക്വാളിറ്റി. ദക്ഷിണക്ക് വേണ്ടിയൊന്നുമല്ല കർമ്മം ചെയ്യുന്നത്. അവിടെ മത്സരമാണ്. ഇത്തരം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ മത്സരമാണ്. ദക്ഷിണ കൂടുതൽ കൂടുതൽ കിട്ടണം. എങ്ങനെ കിട്ടുന്നതെല്ലാം പാക്കറ്റിലാക്കിയിട്ട് വെക്കുക. ആരെങ്കിലും നിവേദനങ്ങളെല്ലാം വെളിച്ചെണ്ണയെല്ലാം കൊണ്ടു തന്നാൽ അല്ലെങ്കിൽ പശു നെയ്യാണോ പാലാണെങ്കിലും ഇപ്പോൾ ഒരു ഫാക്ടറി പാല്, ആ ദൈവത്തിൻ്റെ പേരിലുള്ള പാല് എന്നും പറഞ്ഞിട്ട് ആരെങ്കിലും ദക്ഷിണയായിട്ട് അല്ല ഇതായിട്ട് വഴിപാടായിട്ട് കൊടുക്കുന്ന പാല് കുപ്പിയിലാക്കിയിട്ട് പാല്, നെയ്യ് ഇങ്ങനെ വേറെ വേറെ വിൽപ്പന. ഇതൊന്നും അല്ല ചെയ്യേണ്ടത്. അവനവൻ കർമ്മം ചെയ്യുക. പൂജ ചെയ്തോട്ടെ. ഇപ്പം അമ്പലത്തിൽ പൂജിക്കുകയാണെങ്കിൽ പൂജ ചെയ്യുക, കിട്ടുന്ന വാങ്ങുക. കിട്ടുന്ന വാങ്ങുമെന്നാണെങ്കിൽ ഗുരുവായൂരിലെല്ലാം ഇപ്പം നല്ല കിട്ടും. എന്നാലും നമ്മുടെ നാട്ടിലും പൂട്ടിക്കിടക്കുന്ന കുറേ ക്ഷേത്രങ്ങളുണ്ട്. പഴയ ക്ഷേത്രങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ ഗുരുവായൂരിനെക്കാട്ടിയും പഴക്കമുള്ള ക്ഷേത്രങ്ങളായിരിക്കും. പൊടിയടിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു പൂജാരിനെ എനിക്കതല്ലേ പറയും അവിടെ പൂജ നടത്തുന്നത്. പഴയ ക്ഷേത്രങ്ങളായിരിക്കും. അതവിടെ കിടക്കട്ടെ. പിന്നെ ആള് നല്ല വരുമാനം ദക്ഷിണയെല്ലാം കൊടുത്തിരുന്നുണ്ട് ഞാൻ പൂജ നടത്താം. അല്ലെങ്കിൽ ആ ഈശ്വരൻ അവിടെ കിടക്കട്ടെ. അതിന് പൂജയൊന്നും ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ പിന്നിലുള്ള എല്ലാം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കി. ഇവിടെ ഭാഗവതം പറഞ്ഞു തരുന്നത് കർമ്മം ചെയ്യുന്നു, കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്നു. കിട്ടിയിട്ടിലേക്ക് വേണ്ട. ഇതാണ് ബ്രാഹ്മണൻ. അവർ കൃഷ്ണന് വേണ്ടപ്പെട്ടവരായിരുന്നു. ആ കൃഷ്ണൻ ദാരുകനെ സാരഥിയാക്കിക്കൊണ്ട് 17 രഥത്തിൽ കയറി മഹർഷിമാരോടുകൂടി എല്ലാ മഹർഷിമാരെയും കൂട്ടിയിട്ടാണ് അദ്ദേഹം വിദേഹദേശത്തേക്ക് പോയത്, ഈ ദേശത്തേക്ക് പോയത്. അതിലാരെല്ലാം ഉണ്ട്? നാരദനുണ്ട്, വാമദേവനുണ്ട്, വേദങ്ങൾ എഴുതിയ കക്ഷികളാണ്. അത്രി മഹർഷി വേദങ്ങൾ എഴുതിയ ഋഷികളാണ്. വേദവ്യാസൻ അതിൻ്റെ ഇടയ്ക്കേ പറഞ്ഞിട്ടില്ല. ഇത് എഴുതുന്ന കക്ഷി വേദവ്യാസനാണ്. അപ്പം ആദ്യം തന്നെ വേദവ്യാസൻ്റെ പറഞ്ഞില്ല. ഋഷികളാണ് വേദങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ആരെല്ലാം? വേദവ്യാസൻ, അത്രി മഹർഷി, പിന്നെ പരശുരാമനി അവിടെ പറഞ്ഞിട്ടുണ്ട്, ശ്രീസുഖൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, ബൃഹസ്പതി, കണ്വൻ, മൈത്രേയൻ, ചവനൻ എന്നിവരെല്ലാം അതിലുണ്ടായിരുന്നു. വേദങ്ങളെല്ലാം എഴുതിയ ഋഷികളെയെല്ലാം കൂട്ടിയിട്ടാണ് രഥത്തിൽ കയറ്റിക്കൊണ്ടാണ് കൃഷ്ണൻ ദാരുകനെ സാരഥിയാക്കിക്കൊണ്ട് ഇവരുടെ അടുത്തേക്ക് പോയത്. അപ്പൊ എല്ലാ വേദങ്ങൾ എഴുതിയ ഋഷികളെ കൂട്ടിയിട്ട് കൃഷ്ണൻ പോവുകയാണ്. എന്നിട്ട് ഈ ഋഷികൾ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്താണ് പറയിപ്പിക്കുന്നതെന്ന് അവസാനം കാണാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഓരോ ആശയം പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കൃഷ്ണൻ ഈ ഇവരെയെല്ലാം വിളിച്ചു കെട്ടിയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനും രസമുണ്ട്. ഇതെന്തിനാ? ഇതെല്ലാം എഴുതി പിടിപ്പിച്ച വേദവ്യാസനാണ്. അപ്പം കൃഷ്ണനെ മുൻനിർത്തി പറയുന്ന ഒരു കഥാപാത്രമായിട്ട് എന്ന നിലയിൽ വേണം കാണാൻ. അത് ഇടക്ക് പറയുന്നുണ്ടല്ലോ, കൃഷ്ണൻ ജനിച്ചവനല്ല, ഒന്നുമല്ല, കാലമാകുന്നു എന്നെല്ലാം പറഞ്ഞ് തന്നെയാണ് പോയിരിക്കുന്നത്. കഴിഞ്ഞതിലും ഇപ്പം കൃഷ്ണൻ്റെ അമ്മക്ക് മക്കളെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ലേ?
അപ്പം അതും ഇത് ഒരു ആശയം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളൊന്നും മരിക്കുന്നില്ല, വേദത്തിൻ്റെ അടിസ്ഥാനം ആരും മരിക്കുന്നില്ല, ഈ ശരീരം എടുത്ത് മാറ്റുന്നതേ ഉള്ളൂ. മക്കളല്ലേ ഈ ലോകത്തിൽ ഏതാണോ ബ്രഹ്മം, ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മം തന്നെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കാണിച്ചു കൊടുത്തൊന്നുമല്ല, ഓരോ ആശയങ്ങൾ പറയുന്നതേ ഉള്ളൂ. അവരിപ്പോഴും, മരിച്ചവർ ഇപ്പോഴും എന്തുണ്ട്, ആത്മാവ് അവിടെ ഉണ്ട്. കൃഷ്ണൻ്റെ മായ കൊണ്ട് കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നതല്ലാതെ ഇതിവിടെ വേദവ്യാസനെ എല്ലാം കൂട്ടിപ്പോകുന്നുണ്ട്. വേദവ്യാസനെയും കൂട്ടി കൃഷ്ണൻ പോകാനാണ്. ഇതെല്ലാം എഴുതി പിടിപ്പിച്ചാരാണ്? വേദവ്യാസനാണ്. അത് ഋഷികളെല്ലാം പണ്ടല്ലോ ഉള്ള ഋഷികളെല്ലാം എഴുതിയവരെയെല്ലാം പരശുരാമരെ അടക്കം കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആശയങ്ങൾ പറയുന്നതായിട്ട് മാത്രം മനസ്സിലാക്കാൻ മതി. ഇപ്പം പണ്ട് കുട്ടികൾ മരിച്ചതെന്ന് പറഞ്ഞാൽ മരിച്ചിട്ടില്ല, ഒന്നും മരിക്കുന്നത്. അത് 4 കാലഘട്ടങ്ങളാണ്, 6 കാലഘട്ടങ്ങളാണ്. അത് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ്. അവിടെയെല്ലാം ചില സംഭവങ്ങൾ ജനിക്കുകയും മരിക്കലും ചെയ്യും. അവരൊന്നും മരിക്കുന്നില്ല, കാലഘട്ടം ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആ തരത്തിൽ കണ്ടാൽ മതി. അല്ലാതെ അതേപോലെ കുട്ടികളെ എടുത്ത് കാണിച്ചതൊന്നും ധരിച്ചു പോകരുത്. ഇവിടെ ഈ പറയുന്നതിൽ നിന്നും കഥയാണിത്, കഥയിൽ നിന്ന് ആശയം ഉൾക്കൊള്ളണം. വഴിയിൽ ജനങ്ങളെല്ലാം വ്യാഴനും ശുക്രനും കൂടി ചേർന്ന് ഉദിച്ചു വരുന്ന സൂര്യനെ പോലെയുള്ള ഭഗവാനെ എതിരേൽക്കുവാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാം ഓടിക്കൂടിയിട്ട് ഇവരെ കണ്ടപ്പോൾ ഇവരെ എതിരേറ്റു എന്ന് പറയുകയാണ്. ഏത് ദേശത്തിലൊക്കെയെല്ലാം കടന്നുപോയെന്ന് പറയുകയാണ്. 20 ആനർത്ഥം, ധന്വം, കുരു, മത്സ്യം, പാഞ്ചാലം, കുന്തി, കേകേയം, കോസലം മുതലായ ദേശങ്ങളിലെ സ്ത്രീ പുരുഷന്മാർ സ്നേഹത്തോടുകൂടിയ കമലങ്ങളോടുകൂടി നേത്രങ്ങളാൽ അദ്ദേഹത്തെ പാനം ചെയ്തു എന്ന് പറയുകയാണ്. വഴിവക്കിൽ അവരെല്ലാം കണ്ണുകൊണ്ട് പാനം ചെയ്തു എന്ന് പറയുകയാണ്. ഇവരെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഇരുന്ന്. ആരല്ല ഇരിക്കുന്നത്? കൃഷ്ണനും വേദവ്യാസനും അത്രി മഹർഷി പരശുരാമനും എല്ലാം ഇരിക്കല്ലേ. അവരെല്ലാം നോക്കി ഇത് എന്തിനു വേണ്ടി ഇത് പറയുന്നത് തന്നെ അവസാനം പറയും എന്താണ് ലക്ഷ്യമെന്ന്. അജ്ഞാനികളായ അവരുടെ കണ്ണുകൾ ജ്ഞാനപ്രകാശം നൽകിക്കൊണ്ട്, അവരെല്ലാം അജ്ഞാനികളായിരുന്നു, ഇവരെ ദർശിച്ചപ്പോൾ തന്നെ ജ്ഞാനപ്രകാശം ഉണ്ടായി എന്ന് പറയുകയാണ്. അത് പിന്നീട് പറയുന്നുണ്ട്. കൃഷ്ണനെ മാത്രമല്ല, ഈ ഋഷികളെല്ലാം ദർശിച്ചാൽ തന്നെ, ഈ ബ്രാഹ്മണരെ ദർശിച്ചാൽ തന്നെ ജ്ഞാനപ്രകാശം ഉണ്ടാവും. കാരണം ജ്ഞാനം എവിടെ നിന്നാണ് കിട്ടുക? ശാസ്ത്രജ്ഞന്മാരിൽ നിന്നാണ്. അവരല്ലേ നമുക്ക് ജ്ഞാനം തന്നിരിക്കുന്നത്. 3 2 കൂട്ടാൻ പഠിപ്പിച്ചാലാണ് ഏതോ ഒരു ശാസ്ത്രജ്ഞൻ 3 2 5 കൂട്ടേണ്ട വിദ്യയെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 3 2 കൂട്ടുന്നത്. അല്ലേ നമുക്ക് കൂട്ടാൻ അറിയില്ലെങ്കിലോ. ഇതെല്ലാം ബുദ്ധിമാന്മാരായ ശാസ്ത്രജ്ഞന്മാരാണ് നമ്മളെ കൊണ്ടുപോകുന്നത്, കൃഷ്ണനല്ല. അതിപ്പം പറയും, അവസാനത്തുമ്പോൾ അതാ പറയാൻ പോകുന്നത്. അജ്ഞാനികളായവരുടെ കണ്ണുകൾക്ക് ജ്ഞാനപ്രകാശം നൽകിക്കൊണ്ടും, കാണുമ്പോൾ തന്നെ ഇത്തരം വ്യക്തികളെ ബ്രാഹ്മണരെ, അപ്പം ബ്രാഹ്മണരെ കാണുമ്പോൾ ജ്ഞാനം നൽകണം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരെ ജ്ഞാനത്തിൻ്റെ അങ്ങ് പാരമ്പര്യയിലേക്ക് നിൽക്കുന്നവരാണ്. അപ്പം ഇന്നുള്ള എല്ലാ ബ്രാഹ്മണരും ജ്ഞാനത്തിൻ്റെ അങ്ങ് പാരമ്പര്യത്തിലാണെങ്കിൽ IAS IPS എഴുതിയിട്ട് പോയിട്ട് ചുമ്മാ അങ്ങ് പോയാൽ മതി, അവർ ജയിക്കും. ഫസ്റ്റ് റാങ്ക് മുഴുവൻ അവർക്ക് കിട്ടും. നമ്മളിന്ന് പറയുന്ന ബ്രാഹ്മണരെ യഥാർത്ഥ ജ്ഞാനം തികഞ്ഞവരാണെങ്കിൽ IPS IAS എല്ലാം പോയി അങ്ങ് എഴുതിയാൽ മതി, റാങ്ക് നേടും. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ച രഹസ്യം. 3 2 കൂട്ടലും ജ്ഞാനം തന്നെയാണ്. അപ്പം ജ്ഞാനപ്രകാശം തികഞ്ഞവർ, അവരാണ് ബ്രാഹ്മണർ. നമ്മൾ ഈ ബ്രാഹ്മണർ എന്ന് പറയുമ്പോൾ മറ്റുള്ള മതങ്ങളെല്ലാം നിഷേധിക്കേണ്ട ജാതി വ്യവസ്ഥ മറ്റേത് അതൊന്നുമല്ല. ഇതെല്ലാം ജ്ഞാനമുള്ളവരെ ബഹുമാനിക്കണം എന്നാണ് പറയുന്നത്. ബ്രാഹ്മണർ, ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ക്ഷത്രിയർ, ലോകത്തെ നയിക്കുന്ന ചില ക്ഷത്രിയരുണ്ട്. അതെല്ലാം ഒരു കഴിവാണ്, എല്ലാവർക്കൊന്നും പറ്റില്ല. ജ്ഞാനപ്രകാശം നൽകിക്കൊണ്ട്
ദേവന്മാരുടെയും മനുഷ്യരുടെയും എല്ലാം കീർത്തി ആലാപനം കേട്ടുകൊണ്ട്, അപ്പം വഴിയിലുള്ള ദേവന്മാരും മനുഷ്യരും എല്ലാം കീർത്തിക്കുന്നുണ്ട് ഇവരെ. അവരെവിടെ എത്തി? വിദേഹദേശത്ത് എത്തി. ഇനി 22. ദേശവാസികളെല്ലാം പൂജാദ്രവ്യങ്ങളുമായി അവരെ എതിരേറ്റു. ആ ദേശത്ത് വരുമ്പോൾ എല്ലാവരും പൂജാദ്രവ്യങ്ങളായിട്ട് അവരെ എതിരേറ്റു. അവർ കൃഷ്ണനെ മുനിമാരെയും ശിരസാൽ നമസ്കരിച്ചു. എല്ലാവരും അവരെ നമസ്കരിച്ചു. മിഥുല രാജാവും ശ്രുതദേവനും, മിഥുല രാജാവ് എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിലെ രാജാവ്, ശ്രുതദേവൻ എന്ന് പറഞ്ഞാൽ ജ്ഞാനിയായ ആ ബ്രാഹ്മണൻ, കൃഷ്ണൻ തങ്ങളെ അനുഗ്രഹിക്കനായി എത്തിച്ചേർന്നതായി കണ്ട് ഭഗവാന്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിച്ചു. കൃഷ്ണനെല്ലാം അവിടെ വന്നിരിക്കുകയാണ്, അതുകൊണ്ട് അവിടെ വീണ് നമസ്കരിച്ചു. അപ്പോൾ ഈ പറയുന്ന രാജാവും പ്രജകളും തുല്യമായി ജീവിക്കുന്ന സ്ഥലത്ത് കൃഷ്ണൻ വിളയാടും. ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെയാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള രാജ്യത്താണ് കൃഷ്ണൻ വരുന്നത്. രാജാവും പ്രജകളും ഒരേ നിലയിൽ വർത്തിക്കുകയാണ്. അവർ കൃഷ്ണനെയും ഋഷികളെയും പൂജക്കായി ക്ഷണിച്ചു. രണ്ടുപേരും 25 പറയുകയാണ്, രണ്ടുപേരും, ഈ രാജാവും ഈ ബ്രാഹ്മണനും രണ്ടുപേരും ഇവരെ ക്ഷണിച്ചു. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവരറിയാതെ തന്നെ കൃഷ്ണൻ 2 രൂപങ്ങളോടുകൂടിയായിട്ട് മാറിയിട്ട് 2 പേരുടെയും ഗൃഹത്തിൽ പ്രവേശിച്ചു. അങ്ങോട്ട് കൃഷ്ണൻ പ്രവേശിക്കുന്നിരിക്കട്ടെ. കൃഷ്ണൻ പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവേശിച്ചിരിക്കുന്നത്? 2 വീട്ടിലും ചെന്നത് ഈ ഋഷികളും 2ആയിട്ടാണ് അവിടെ ചെന്നിരിക്കുന്നത്. 2 സ്ഥലത്ത് അവരറിയാതെ 2ആയി പിരിഞ്ഞ്. അപ്പം വേദവ്യാസനും 2ആയി, ബാക്കിയുള്ള ഋഷികളും എല്ലാം 2ആയിട്ടാണ് സ്വീകരണത്തിന് ഒരേ സമയം അവിടെ കയറി ചെന്നിരിക്കുന്നത്. ഇത് കഥയിലല്ലാതെ വേറെ ദൈവം പോട്ട് ഉണ്ടായാൽ നമുക്ക് ഇനി ദൈവം ഇവരെ 2ആക്കി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കഥയിൽ ചോദ്യമില്ല, ആശയമാണ്. 2 വിഭാഗമാണ്. ഒന്ന് രാജാവാണ്, മറ്റേത് ഇവിടെ ഏറ്റവും ജ്ഞാനമുള്ള ബ്രാഹ്മണനാണ്. എന്നിട്ട് 27, 28, 29 ഉദാരചിത്തനായ മിഥില രാജാവ്, ആദ്യ രാജാവിൻ്റെ കാര്യം പറയുകയാണ്, അവരെ സുഖാസനത്തിൽ ഇരുത്തി, നല്ല സ്ഥലത്തെല്ലാം പിടിച്ചിരുത്തിയിട്ട് നമസ്കരിച്ചിട്ട് അവരുടെ തൃപ്പാദങ്ങളെല്ലാം കഴുകി ലോകത്തെ പരിശുദ്ധമാക്കുന്ന ആ ജലത്തെ കുടുംബസമേതം ശിരസിൽ വഹിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബസഹിതം ശിരസിൽ ആ കാല് കഴുകി. ഇതെല്ലാം പണ്ടേ പറയുന്നതാണ്. പിന്നെ വസ്ത്രങ്ങൾ, മറ്റേ ധൂപങ്ങൾ മുതലാവിയ കൊണ്ടെല്ലാം സമാരാധനം ചെയ്തു. ഇനി 30 അന്നത്താരം നല്ലോണം ഭക്ഷണമെല്ലാം കൊടുത്ത് പിന്നെ മധുരമേറുന്ന വാക്കുകളാൽ സന്തോഷിപ്പിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങൾ തലൂതിക്കൊണ്ട് കാല് തടയിക്കൊണ്ട് പറഞ്ഞു, നിൻ തിരുവടി. അപ്പൊ രാജാവിൻ്റെ അവസ്ഥയാണ് അവിടെ പറയുന്നത്. നിൻ തിരുവടി സ്വപ്രകാശത്താൽ, തൻ്റെ തന്നെ പ്രകാശത്താൽ, അതായത് അപ്പോൾ അവിടെ എവിടത്തേക്കെത്തും നമ്മൾ? ശ്രീഹരിയിലേക്കോ ബ്രഹ്മത്തിലേക്കോ എത്തും. സകല പ്രാണികളുടെയും ആത്മസ്വരൂപമായി, ഈ കാണുന്ന എല്ലാ ജനങ്ങളുടെയും ആത്മസ്വരൂപമാണ് അങ്ങ്. അപ്പം അവിടെ ജാതിയില്ല, മതമില്ല, ആ വ്യവസ്ഥിതിയിലാരുമില്ല. എല്ലാവരെയും ഈശ്വരനായി കാണുകയാണ്. ആത്മസ്വരൂപം. ഇതാര് പറയുന്ന? രാജാവ് പറയുന്നതാണ്. അന്ധകരണത്താൽ സാക്ഷിയായി എല്ലാവരുടെ ഉള്ളിലും സാക്ഷിയായി വർത്തിക്കുന്ന നിന്തിരുവടിയുടെ പാതാരബിന്ദത്തെ സ്മരിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് ഗോചരമായി. അങ്ങനെ നമ്മൾ അങ്ങയെ സ്മരിക്കുകയാണ്. എല്ലാറ്റിലും ബ്രഹ്മത്തെ ദർശിച്ചുകൊണ്ട് ആ ശക്തിവിശേഷമായി അങ്ങനെ സ്മരിക്കുന്നത് കൊണ്ടാണ് അങ്ങ് അവിടെ വിളയാടിയിരിക്കുന്നത്. അപ്പം കൃഷ്ണൻ വരണ്ടിക്കിൽ ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയെ എല്ലാം ആ ശക്തിയുടെ രൂപമായി കാണണം. അതിലിരിക്കുന്നതെല്ലാം ഒരേ ശക്തിയാണ്. അങ്ങനെയുള്ള ചിന്താഗതിയുള്ള
ജാതിമത ചിന്തകളൊന്നും ഇല്ലാത്ത ഒരു ദേശത്തിൽ മാത്രമേ ശ്രീകൃഷ്ണൻ ഇങ്ങനെ കേറി വരികയുള്ളൂ. ഇനി 32 പറയുകയാണ്, അന്യചിന്ത കൂടാതെ, എല്ലാം അന്യന്മാരാണെന്ന് കാണാതെ എല്ലാം എൻ്റെ ആൾക്കാരാണ്. ഈ ലോകത്തിലുള്ള രാജാവാണ് പറയുന്നത്. എല്ലാം എൻ്റെ കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. അന്യചിന്തയൊന്നുമില്ലാതെ എന്നിൽ ഭക്തി അർപ്പിക്കുന്നവർക്ക്, അതായത് കൃഷ്ണനിൽ ഭക്തി അർപ്പിക്കുന്നവർക്ക്, അനന്തനായാലും ലക്ഷ്മി ദേവിയായാലും സ്വന്തം പുത്രനായ ബ്രഹ്മാവായാലും പ്രിയപ്പെട്ടവനല്ല. അപ്പം കൃഷ്ണൻ ആരെയാണ് ഇഷ്ടം? എല്ലാവരെയും ഒന്നായി കാണാൻ പറ്റുന്ന രാജാവിനെയാണ്. ആര് പറയുന്നതാണ്? രാജാവ് പറയുകയാണ്, ഞാൻ എല്ലാവരെയും ഒന്നായിട്ടാണ് കാണുന്നത്. എനിക്ക് ബ്രാഹ്മണനും ക്ഷത്രിയനും അങ്ങനത്തൊന്നുമില്ല, എല്ലാത്തിലും ഈശ്വരനെയാണ് കാണുന്നത്. ഹിന്ദു മുസ്ലിം ഒന്നുമില്ല. അങ്ങനെയൊന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഭക്തരോട് എനിക്ക് ഈ ബലരാമനെക്കാട്ടിയും അല്ലെ അനന്തനെക്കാട്ടിയും ലക്ഷ്മി ദേവിയെക്കാട്ടിയും എനിക്കിഷ്ടം അവരെയാണ്. അത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ദർശനം നൽകിക്കൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നു. അങ്ങ് പറയലുണ്ട് ഇങ്ങനെ. ഇപ്പം നമുക്കത് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ട്? അങ്ങനെ നമ്മൾ കരുതുന്നത് കൊണ്ടാണ് കൃഷ്ണൻ തന്നെ നേരെ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്ക് കൃഷ്ണൻ വരുമോ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. സനാതന ധർമ്മമുള്ള സ്ഥലത്ത് കൃഷ്ണൻ വന്നല്ലേ പറ്റും, വരണം. ഇനി 33, എല്ലാം ത്യജിച്ച് വിരക്തന്മാരായി മനസ്സമാധാനമുള്ളവരുമായ മുനികൾക്ക് ആത്മാവിനെ ദാനം ചെയ്യുന്ന നിന്തിരുവടി തൃപ്പാദ കമലത്തെ ഇതറിഞ്ഞ് മനുഷ്യന് എങ്ങനെയാണ് ഉപേക്ഷിക്കാൻ കഴിയുക? എല്ലാം തിരച്ച് വിരക്തന്മാരായിരിക്കുന്ന മനസമാധാനമുള്ളവരായ ഈ മുനിമാര്, ഇപ്പം കൂടെ വന്നിരിക്കുന്ന മുനിമാര് എല്ലാം ത്യജിച്ചിട്ടാണ്. അവർക്ക് ഈ കുടുംബം ഒന്നുമില്ല. അവർക്ക് വേദങ്ങൾ എഴുതുക, അതിൽ കൂടുതൽ വേറെ ഒന്നും തന്നെയില്ല. ആ ഗുഹയിലിരുന്നു കൊണ്ട് ഇതിങ്ങനെ കുത്തിക്കുറിക്കുക. അവർക്കും കുടുംബങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഏതു സമയവും ലോക നന്മക്കായിട്ട് വേദങ്ങൾ എഴുതി വെക്കുകയാണ്. അപ്പം എല്ലാം തിരിച്ചുകൊണ്ട് വിരക്തന്മാരായി, അവർക്ക് വേറെ ആഗ്രഹങ്ങളൊന്നുമില്ല. മനസമാധാനമുണ്ട്. അതുകൊണ്ട് തന്നെ മനസമാധാനം ഉണ്ടെങ്കിലല്ലേ എഴുതി വെക്കാം. മുനികൾക്ക് ആത്മാവിനെ ദാനം ചെയ്യുന്ന അങ്ങ് ആത്മാവിനെ തന്നെ സ്വയം ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ ഇവരെ കൂടി ഇപ്പം കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്. ആ തൃപ്പാദ കമലത്തെ ഇതറിയുന്ന ഏത് മനുഷ്യനാണ് ഉപേക്ഷിക്കുക? ഇതെല്ലാം നമുക്കറിയാം. അതുകൊണ്ടാണ് രാജാവ് പറയുന്നത്, ഞാൻ അങ്ങയെ തന്നെ ആശ്രയിച്ചു കഴിയുകയാണ്. 34 ജനന മരണ ചക്രത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് ശമനമുണ്ടാക്കുന്നതിനായി, നമ്മളെല്ലാം ജനന മരണ ചക്രത്തിലൂടെ കടന്നു പോവുകയാണ്. അവർക്ക് ശമനമുണ്ടാക്കാനേ പറ്റൂ. അല്ലാതെ വലിയ സുഭിക്ഷതയിലൊന്നും എത്തിക്കാനൊന്നും പറ്റില്ല. എല്ലാവർക്കും ഒരു ശാന്തമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അങ്ങ് യദുകുലത്തിൽ അവതരിച്ചത്. അപ്പോൾ യദുകുലത്തിലാണ് ആദ്യം. കൊളോണിയലിസത്തിന് ശേഷം ലോകം രണ്ടായി തിരിയുന്നു. ഒരു ഭാഗത്ത് യദുകുലത്തിൽ കൃഷ്ണൻ അങ്ങനെ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കുന്നു. അത് 3 ലോകത്തിലും വസിക്കുന്നവരുടെയും പാപത്തെ നശിപ്പിക്കുന്ന സൽകീർത്തി പരത്തിയിരിക്കുന്നു 3 ലോകങ്ങളിൽ. അങ്ങനെ അങ്ങ് ഭരിക്കുന്ന ആ ഒരു ലോകത്തെ പറ്റിയുള്ള സൽകീർത്തി മറ്റ് 3 ലോകങ്ങളിലും പരന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ യദുകുലത്തിൻ്റെ, ലോകം രണ്ടായി തിരിഞ്ഞ ആ യദുവംശത്തിലെ കീർത്തി 3 ലോകങ്ങളിലും പരന്നിരിക്കുകയാണ്. അവിടെ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ സംഭവിക്കുന്നത്. ശുദ്ധജ്ഞാനത്തോടുകൂടി നാരായണൻ എന്ന ഋഷിയായി ശാന്തമായി തമസ്സനുഷ്ഠിക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം.
യഥാർത്ഥത്തിൽ അങ്ങനെ ആരാണ്? 35 പറയുകയാണ്. ശുദ്ധജ്ഞാനം, എല്ലാ ജ്ഞാനവും ആണ് അങ്ങ്. ജ്ഞാനം കൊണ്ടാണ്, സയൻസ് കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത്. അപ്പം സയൻസ് തന്നെയാണ്, ജ്ഞാനമാണ് അങ്ങ്. അങ്ങ് സാഗരത്തിൽ അങ്ങനെ ശയിച്ചു കൊണ്ടിരിക്കുകയാണ് ശാന്തമായിട്ട്. അങ്ങനെ തപസ്സരിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. പരിപൂർണരായ മുനിമാരോടുകൂടി നിന്തിരുവടി ഞങ്ങളുടെ ഗൃഹത്തിൽ ഏതാനും നാളുകൾ താമസിക്കണം. എന്നിട്ട് തൃപ്പാദത്താൽ നിമി ചക്രവർത്തിയുടെ വംശത്തെ പരിശുദ്ധമാക്കണം. അപ്പോൾ ഇവർക്കൊരാഗ്രഹമേ ഉള്ളൂ, പരിപൂർണമായ മുനിമാരോടുകൂടി. ആ എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ് ഈ മുനിമാരോട്, അങ്ങ് കൂട്ടി വന്ന മുനിമാർ. ആ മുനിമാരോടുകൂടി നിന്തിരുവടി എന്ത് വേണം? ഞങ്ങളുടെ ഗൃഹത്തിൽ കുറച്ചു കാലം താമസിച്ചിട്ട് ആ തൃപ്പാദമേൽക്കുമ്പോൾ നിമി ചക്രവർത്തിയുടെ വംശത്തിൽപ്പെട്ട നമ്മൾ പരിശുദ്ധമായി തീരും എന്ന് പറയുകയാണ്. 37. ഈ അപേക്ഷ പ്രകാരം കൃഷ്ണൻ മിഥുലയിലെ സ്ത്രീ പുരുഷന്മാർക്ക് മംഗളമേകിക്കൊണ്ട് അവിടെ താമസിച്ചു. 38. ഇതേ പ്രകാരം തന്നെ ശ്രുതദേവന്, അതായത് ആ ബ്രാഹ്മണന്റെ സ്വന്തം ഗൃഹത്തിലെ, സുഖദേവന്റെ സ്വന്തം ഗൃഹത്തില് ആഗതനായ ശ്രീകൃഷ്ണ മുനിയെയും മുനിമാരെയും അവിടെയും ഇദ്ദേഹം ജനിച്ചെന്നു. ഇതേപോലെ തന്നെ നമസ്കരിച്ച് വളരെ സന്തോഷിച്ച് ഉത്തരീയ വസ്ത്രത്തെ വീശി എറിഞ്ഞുകൊണ്ട് ചാടിക്കളിച്ചു എന്ന് പറയുകയാണ്. അങ്ങേരെ ബ്രാഹ്മണനാണ്, ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ ശ്രമിക്കുന്നവനാണ്. അവർ ഉത്തരീയെല്ലാം വലിച്ചു കിടഞ്ഞിട്ട് ചാടിക്കളിച്ചു എന്ന് പറയുകയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ബ്രാഹ്മണനാകുമ്പോൾ ബ്രഹ്മത്തിൽ താല്പര്യം വരുമ്പോൾ കുടുംബത്തെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഉടുതുണി എടുത്തിട്ട് കളഞ്ഞിട്ട്, പിന്നെ ഉടുതുണിയൊന്നും വേണ്ട, കൃഷ്ണനെ കാണുമ്പോൾ ഉടുതുണിയെല്ലാം മറന്നു പോകും. കാരണം ഭൗതികതയെല്ലാം മറന്നാലേ കൃഷ്ണനെ കാണാൻ പറ്റൂ. അപ്പം ഇയാൾ ഉത്തരിയെല്ലാം എടുത്ത് വലിച്ചു കളഞ്ഞിട്ട് ചാടിക്കളിച്ചു എന്നാണ് പറയുന്നത്, ആ കൃഷ്ണനെ കണ്ടുകൊണ്ടുള്ള സന്തോഷത്തിൽ. കാരണം ഇവ മറ്റേ രാജാവാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങ് ശരിയായ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ പോകുന്ന ആൾക്കാരാണ്. ഋഷികൾ അങ്ങനത്തെ വേഷമെല്ലാം കെട്ടിയിട്ട് ഇങ്ങനെ കെട്ടിയിട്ടല്ലേ നടക്കുന്നത്. അപ്പം ജ്ഞാനം കൂടുന്തോറ് ഈ വേഷ ഉടുപ്പ് ഇതിലൊന്നും താല്പര്യം കുറയും. എന്നിട്ട് 39 കൊണ്ടുവന്ന പുൽപ്പാവയിൽ അവരെ ഇരുത്തി, പായല്ലേ ഉള്ളൂ, ഇരുത്തി അവിടെ ഇരുത്തിയ ശേഷം അഭിനന്ദിച്ചതിന് ശേഷം ഭാര്യാസമേതനായ അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകി. ഭാര്യാസമേതമായാണ് കാലുകളെല്ലാം കഴുകിയത്. പിന്നെ ആ ജലത്താൽ കുടുംബത്തിലുള്ളവരെയെല്ലാം അഭിഷേകം ചെയ്തു. ആ ജലം കൊണ്ട് അഭിഷേകം ചെയ്തു. പിന്നെ 41 പഴം, രാമച്ചം മുതലാവിയും സുഗന്ധ ജലത്താലും തുളസി മാല മുതലാവിയെല്ലാം കൊണ്ട് അവരെ ആരാധിച്ചു. ഗൃഹമാകുന്ന പാഴ്ക്കിണറ്റിൽപ്പെട്ട എനിക്ക് കൃഷ്ണനോടും ഈ ബ്രാഹ്മണരോടും കൂടിയുള്ള സമ്പർക്കം എങ്ങനെ ഉണ്ടായി എന്ന് ശ്രുതദേവൻ ചിന്തിച്ചു. അദ്ദേഹം ചിന്തിച്ചു, ഞാനീ ഗൃഹമാകുന്ന പാഴ്ക്കിണറ്റിൽ ഗൃഹജീവിതം നയിക്കുകയാണ്. പാഴ്ക്കിണറ്റിൽ അകപ്പെട്ട എനിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ഋഷികളെയും കൃഷ്ണനെയും എല്ലാം സമ്പർക്കം ഉണ്ടായത് എന്ന് ശ്രുതദേവൻ ചിന്തിച്ചു. എൻ്റെ 43 ഭൃത്യന്മാരോടും സ്വജനങ്ങളോടും പുത്രന്മാരോടും ഒന്നിച്ചു ചേർന്ന സുഖദേവൻ അങ്ങനെ ഭേദഭാവങ്ങളുള്ളതെ ഭൃത്യന്മാരുണ്ട്, സ്വജനങ്ങളുണ്ട്, എല്ലാവരും പുത്രന്മാരും എല്ലാവരും കൂടി ഒന്നിച്ച്, ഭേദഭാവമൊന്നുമില്ല. എന്നിട്ട് അവരെല്ലാം കൂടിയിട്ടാണ് അതിഥി സൽക്കാരമെല്ലാം ചെയ്തത്. അവരുടെ കാലുകളെല്ലാം അവരെല്ലാം കൂടിയിട്ട് ഋഷിമാരുടെ എല്ലാം കാലുകളെല്ലാം അവർ തടയി കൊടുത്തു. എല്ലാവരും ഉണ്ട്. കാരണം ഒരു ഭേദഭാവം അല്ലാതെ ഇന്ന് നമ്മളെ കുടുംബക്കാർ മാത്രം മതി, അച്ഛൻ മതി, അല്ലെ മക്കൾ മതി എന്നുള്ള നിലയിലൊന്നുമില്ല. എല്ലാവരും കൂടിയിട്ട് അവിടെ ഭേദഭാവമൊന്നുമില്ല. എന്നിട്ട് 44 പറയാണ്,
നിന്തിരുവടി ഇന്ന് മാത്രമാണ് നമുക്ക് ദർശനം നൽകിയത് എന്നില്ല. രാജാവ് വിചാരിച്ചത് ഇന്നാണ് വന്നത് എന്നാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്ന് മാത്രമാണ് അങ്ങ് ദർശനം നൽകിയത് എന്നുള്ള ചിന്താഗതി എനിക്കില്ല. കാരണം ഈ പ്രപഞ്ചത്തെ അങ്ങ് സൃഷ്ടിച്ചിട്ട് അന്ന് മുതൽ തന്നെ ഞങ്ങളുടെ എല്ലാം ഈ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെ ഉള്ളിൽ അന്തരാത്മാവിൽ അങ്ങേര് പ്രവേശിച്ചവനാണല്ലോ. അപ്പൊ ഇദ്ദേഹം അങ്ങനെയും ബുദ്ധി ഉയർന്ന ചിന്തയിൽ പോയവനാണ്. അങ്ങേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് തന്നെയാണ് ഞാനായി മാറിയത്, എൻ്റെ ഉള്ളിലും അങ്ങ് പ്രവേശിച്ചിട്ടുണ്ട്. സൃഷ്ടി തുടങ്ങുന്ന കാലത്ത് അങ്ങ് ഇവിടെ പ്രവേശിച്ചിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ പ്രത്യേകിച്ച് വന്നതാണെന്നൊന്നും എനിക്ക് ചിന്താഗതിയില്ല. ഇപ്പം രാജാവാ ലെവലിൽ ചിന്തിക്കുന്നവനല്ല ഇവൻ. ബ്രാഹ്മണനാണ്, എല്ലാം തീഞ്ഞവനാണ്, എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ആ കക്ഷിയാണ്. അതുകൊണ്ട് ഇപ്പം വന്ന് കയറി എന്നുള്ള കാര്യമൊന്നും എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. ആത്മസ്വരൂപനായ നിന്തിരുവടിയുടെ മായാമോഹിതമായ മനസ്സിനാൽ ഏതു പ്രകാരം കിടന്നുറങ്ങുന്ന ഒരു വ്യക്തി തന്നെ അതിൽ നിന്നും ഭിന്നമായ ഒരു സ്വപ്നലോകത്തെ സൃഷ്ടിച്ച് അതിനിൽ കിടന്ന് പല രൂപത്തിൽ വിലസുന്നുവോ, ഒരാൾ കടന്നിട്ട് രാത്രി ഉറക്കത്തിൽ തന്നെയാം അതിൽ ഇട്ടുകൊണ്ട് സ്വപ്നത്തിൽ താനും ഉണ്ടാവില്ല. ഇത് എന്തെല്ലോ ലോകം ഉണ്ടായിട്ട് കാട്ടിക്കൂട്ടുന്നത് പോലെ അങ്ങ് പലതായി പ്രതിഭാസിക്കുന്നു. അങ്ങും അവിടെ കടന്നുകൊണ്ട് നാരായണെന്ന നിലയിൽ ആ സാഗരത്തിൽ കടന്നുകൊണ്ട് എന്തെല്ലോ സൃഷ്ടിച്ചിട്ട് കാട്ടിക്കൂട്ടുകയാണ്. പ്രതിഭാസം അങ്ങ് തന്നെയാണ് പ്രതിഭാസിക്കുന്നത്. ഇടതടവില്ലാതെ 46 ഇടതടവില്ലാതെ ഈ ഭഗവത് കഥകൾ ചൊല്ലുകയും കേൾക്കുകയും ഭഗവാനെ പൂജിക്കുകയും ചെയ്യുന്ന പ്രജകളുടെ ഹൃദയഭാഗത്ത് അങ്ങ് വിളങ്ങുന്നു. അങ്ങ് എല്ലാവരുടെയും ഹൃദയഭാഗത്തുണ്ട്. അങ്ങയെപ്പറ്റി ചിന്തിക്കുന്നവരുടെ ഹൃദയത്തിൽ അങ്ങുണ്ട്. അങ്ങയുടെ കഥകളെല്ലാം കേട്ട് അങ്ങയിൽ വിശ്വസിച്ച് കഴിയുന്നവരുടെ ഹൃദയത്തിൽ ആ രൂപത്തിൽ അങ്ങ് ഉണ്ട്. കർമ്മവാസനകളാൽ ഉളഞ്ഞ മനസ്സോടുകൂടിയവർക്ക് ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ സ്ഥിതനാണെങ്കിലും അവർ അകന്നിരിക്കുന്നു. കർമ്മവാസകളായ പല കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റേത് എനിക്കെന്തെല്ലോ ചെയ്യാനുണ്ട് എന്ന് വെച്ചുകൊണ്ട് ചാടിപ്പിടിച്ച് പലതും ചെയ്യുന്നവരുടെ മനസ്സിൽ അവരുടെ ഹൃദയത്തിൽ ഈശ്വരനുണ്ടെങ്കിലും അവരിലും ഈശ്വരനുണ്ട്. പക്ഷേ അത് വളരെ അകന്നാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. എന്നാൽ ശ്രവണകീർത്തന സമ്പന്നനായ ഹൃദയത്തോടു കൂടിയവൻ അഹങ്കാരാദികളായ മനോസ്ഥിതിയാൽ മറക്കപ്പെട്ടവനെങ്കിലും ഭഗവാൻ അടുത്തിരിക്കുന്നു. എന്നാൽ സാധാരണ ജനങ്ങളാണെങ്കിലും അവരുടെ ഹൃദയശുദ്ധി ഉണ്ടാവുകയാണെങ്കിൽ, ഹൃദയം ശുദ്ധമാണ്, അധികം ആർത്തിയൊന്നും പിടിച്ച് നടക്കാത്തവരവരാണെങ്കിലും അവരും ജീവിക്കുന്നത് മായയിലകപ്പെട്ട. ഇപ്പം നമ്മളെല്ലാം മായയിലകപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ എങ്ങനെയുള്ളവരിൽ ഹൃദയശുദ്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരെ അടുത്ത് തന്നെ ആരുണ്ട്? കൃഷ്ണനുണ്ട്, ഈശ്വരനുണ്ട്. അല്ല സ്വാർത്ഥലാഭത്തിന് വേണ്ടി ഓടി നടക്കുന്നവരുടെ കാര്യം വരികയാണെങ്കിൽ ഈശ്വരൻ വളരെ ദൂരെയാണ്. എന്നാൽ എല്ലാം അതിലർപ്പിച്ച് നിൽക്കുന്നവരുടെ അടുത്ത് ഈശ്വരൻ വളരെ അടുത്ത് ഉണ്ട്. അഗാധജ്ഞാനികൾക്ക് 48 പരമാത്മാവെന്ന നിന്തിരുവടി പരമാത്മാവെന്ന നിലയിൽ പ്രകാശിക്കുന്നു. എന്നാൽ അഗാധജ്ഞാനിയായവർക്ക്, അഗാധജ്ഞാനി എന്ന് പറഞ്ഞാൽ ബ്രഹ്മസാക്ഷാത്കാരം നേടിയവർക്ക്, അതായത് ഈ ഋഷികൾ, വേദവ്യാസനെ പോലെയുള്ള ഋഷികൾക്ക് നിന്തിരുവടി പ്രകാശിക്കുന്നു. അവരിലൂടെയാണ് നിന്തിരുവടി പ്രകാശിക്കുന്നത് പരമാത്മാവെന്ന നിലയിൽ. യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് ഈശ്വരന്മാർ. നേരത്തെ പറഞ്ഞു, ഈ ഋഷികൾ ജ്ഞാനം തികഞ്ഞ ശാസ്ത്രലോകമാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ. ഇപ്പം നമുക്ക് ഒരു കാലത്ത് ക്ഷയരോഗം വളരെ പ്രയാസപ്പെട്ടതായിരുന്നു, മാറ്റാൻ പറ്റാത്ത ഒരു രോഗമായിരുന്നു. പക്ഷേ ശാസ്ത്രജ്ഞന്മാർ അത് മരുന്ന് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളെ രക്ഷിച്ചത്, മനുഷ്യകുലത്തെ. അവരെ രക്ഷിച്ച ഈശ്വരൻ ആരാണ്?
ആ ശാസ്ത്രജ്ഞനാണ്, അല്ലെങ്കിൽ ആ ബ്രാഹ്മണനാണ്. അതാണ് ബ്രാഹ്മണൻ. നമ്മളെ രക്ഷിക്കുന്ന അവരാണ്. അല്ലാതെ വേറെ ഒരു ഈശ്വരനൊന്നും വന്നിട്ടില്ല. അവരിൽ നിങ്ങൾ ഈശ്വരനെ കാണണം. അതാണ് ബ്രാഹ്മണൻ. നമ്മളെ ഇതില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. ഇത് കണ്ടെത്തിയവനാണ് നമ്മളെ ബ്രാഹ്മണൻ. നമ്മൾക്ക് കാഴ്ച, ശരീരത്തിന് കാഴ്ച കുറയുമ്പോൾ അത് കാണാൻ അവസരം ഉണ്ടാക്കി തന്ന് ഇത് കണ്ടെത്തിയ ആ ശാസ്ത്രജ്ഞനാണ് ബ്രാഹ്മണൻ. അവനാണ് ഈശ്വരൻ. വേറെ ഈശ്വരന്മാരൊന്നുമല്ല, അവര് തന്നെയാണ്. അവരിലൂടെയാണ് ഈശ്വരൻ ആക്ട് ചെയ്യുന്നത്. അല്ലാതെ കണ്ണാടിയോ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഈശ്വരന്റെ സൂക്തവും പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച വരുമോ? കണ്ണിന് കാഴ്ചയൊന്നും വരാൻ പോകുന്നില്ല. ആളെ പറ്റിപ്പിക്കാൻ വേണ്ടി പറയാം, നട്ടെല്ലല്ലോ ഒടിഞ്ഞു കിടക്കുകയാണ്, ഈശ്വരനെ പ്രാർത്ഥിച്ചപ്പോൾ ഇതാ എണീച്ചോടുന്നു എന്ന് പറയാനെല്ലാം അജ്ഞാനികളെ പറ്റിക്കാനെല്ലാം പറ്റും. എല്ലാതെ പൂജയും വഴിപാടും ഒന്നും കൊണ്ടൊന്നും നമ്മളെ രോഗം മാറില്ല. എങ്കിൽ ക്ഷയരോഗം ഇന്ത്യയിൽ വരാൻ പാടില്ലായിരുന്നു. അപ്പൊ അതിനെ രക്ഷിച്ചത് ആരാണ്? ശാസ്ത്രജ്ഞരാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അഗാധ ജ്ഞാനികൾക്ക് പരമാത്മാവെന്ന നിലയിൽ പ്രകാശിക്കുന്നു. ഏറ്റവും ജ്ഞാനം നടന്ന ശാസ്ത്രജ്ഞന്മാരിലാണ് ഈശ്വരൻ പ്രകാശിക്കുന്നത്. അവരാണ് ബ്രാഹ്മണർ. അവരാണ് നമ്മളെ രക്ഷിക്കുന്നത്. നമുക്ക് എന്ത് രോഗം വന്നാലും അവരാണ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉറക്കൊഴിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ട് പലതും കണ്ടെത്തിയിട്ട് അതിനുള്ള പരിഹാരം ചെയ്ത് കാണുന്നത്. അല്ലാതെ പൂജയും കുന്തമൊന്നും ചെയ്തുകൊണ്ടൊന്നും. ഇപ്പം കൊറോണ വന്നപ്പോൾ എല്ലാവരും അതെല്ലാം പൂട്ടിക്കെട്ടിയിട്ട് ഓടിയിട്ടില്ലേ, എല്ലാം മതിയാക്കിയിട്ട് ഓടി. പക്ഷേ ശാസ്ത്രലോകം അവിടെ ഇരുന്നിട്ട് ഗവേഷണം നടത്തുകയായിരുന്നു ഇതിനുള്ള മരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ഈശ്വരൻ ആരാണ്? ഇത്തരം ശാസ്ത്രജ്ഞരാണ് ബ്രാഹ്മണർ. അവരാണ് ബ്രാഹ്മണർ. അവരാണ് ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നവർ. അതാണ് പറയുന്നത്, അഗാധജ്ഞാനികൾക്ക് പരമാത്മാവെന്ന നിലയിൽ പ്രകാശിക്കുന്നു അങ്ങ്. ആത്മതത്വജ്ഞാനമില്ലാത്തവർക്ക്, ഇങ്ങനത്തെ ജ്ഞാനമൊന്നും ഇല്ലാത്തവർക്ക് മൃത്യുവും ഓടുകൂടി ജനിക്കുക, മരിക്കുക, ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് സംസാര ചക്രത്തിൽ മഹാതത്വങ്ങളും പ്രകൃതിക്കാരുടെ ഗുണങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അങ്ങനെ ജനന മരണ ചക്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ മനുഷ്യർ. അപ്പോൾ ആരാണ് ബ്രാഹ്മണർ? ശാസ്ത്രജ്ഞന്മാർ, ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നവർ. മായാൽ സ്വയം മറക്കപ്പെടാതെ. നിന്തിരുപടി എന്താണ്? അദ്ദേഹമാണ് മറ്റുള്ളവരുടെ ജ്ഞാനത്തെ മറക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. എല്ലാവരുടെയും ജ്ഞാനത്തെ മായ കൊണ്ട് മറക്കുന്ന നിന്തിരുവടിക്ക് നമസ്കാരം. ആ നിന്തിരുവടിയേക്ക് മായയിൽ നിന്നും അധീനനാണ്. എന്നിട്ട് 49 പറയാണ്, അങ്ങനെയുള്ള നിന്തിരുവടി ഞങ്ങളാകുന്ന ഭൃത്യന്മാരോട്, ഞങ്ങൾ അങ്ങയുടെ ഭൃത്യന്മാരാണ്, അങ്ങേക്ക് സേവ ചെയ്യാൻ നിൽക്കുന്നവരാണ് നമ്മൾ. അപ്പം യഥാർത്ഥ ബ്രാഹ്മണർ അങ്ങേക്ക് വേണ്ടി, ഈശ്വരന് വേണ്ടിയിട്ട് എല്ലാവരും ഈശ്വരനോട് പ്രാർത്ഥിക്കണം, ഈശ്വര എൻ്റെ ക്ഷയരോഗം മാറ്റിത്തരണേ. പക്ഷെ ഈശ്വരൻ ആരെ ആശ്രയിക്കും? ബ്രാഹ്മണരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ബ്രാഹ്മണരോട് പറയും നീ അതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ചെയ്യുന്നത് ആരാണ്? ബ്രാഹ്മണരാണ്, ശാസ്ത്രജ്ഞരാണ്. അങ്ങനെയുള്ള നിന്തിരുവടി ഞങ്ങളാകുന്ന ഭൃത്യന്മാരോട് കൽപ്പിച്ചാലും എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് കൽപ്പിക്കുക. നിന്ദരുടെ കണ്ണുകൾ എപ്പോൾ ദർശനമാകുന്നുവോ അതോടുകൂടി അവരുടെ കഷ്ടപ്പാടുകളെല്ലാം തീരും. ആ ഈശ്വരനെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടെല്ലാം തീരും. കാരണം ഈശ്വരനാണ് നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതാണ് ജയിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് കഷ്ടപ്പാടിൻ്റെ കാര്യമില്ലല്ലോ. നമ്മൾ എന്ന ചിന്ത വെച്ച് ചെയ്യുമ്പോഴാണ് ഈ കഷ്ടപ്പാട്. അല്ല, അത് നമ്മളെ ഉള്ളിൽ കൊണ്ട് നമ്മളെ ഇത് ഇങ്ങനെ പലതും ചെയ്യിപ്പിക്കുകയാണ്. എന്നാൽ പിന്നെ അങ്ങ് വോട്ട് നോക്കും, കഷ്ടപ്പാടും തീരും. ആ ഈശ്വരനെ മനസ്സിലാക്കുന്നത് പറ്റും. 50 ശ്രീശുഖൻ പറയുകയാണ്, ഈ വിധമുള്ള വാക്കുകൾ കേട്ട്
തൻ കയ്യാൽ സന്തോഷിച്ചിട്ട് തൻ കയ്യാൽ അവരുടെ കൈകൾ അവരുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഹേ ബ്രാഹ്മണ, ഈ മുനിമാർ അങ്ങയെ അനുഗ്രഹിക്കാനായി വന്നവരാണ്. ഈ ബ്രാഹ്മണർ, ഇപ്പം വേദവ്യാസം പറയാൻ പോവുകയാണ് നമ്മളെല്ലാം ബഹുമാനിക്കണമെന്ന്. നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയാ കൊള്ളാം, ഇത് ആത്മപ്രശംസയുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് കൃഷ്ണനെ നടുവിൽ പിടിച്ചെടുത്തിട്ട് പറയുകയാണ് ഇവര്. എന്താണ് പറയുന്നത്? ഹേ ബ്രാഹ്മണ, ഈ മുനിമാർ, അതായത് വേദങ്ങൾ എഴുതിയ ഋഷികളും വേദവ്യാസനും, അങ്ങയെ അനുഗ്രഹിക്കാനായിട്ട് വന്നവരാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഇവരെയെല്ലാം ഞാൻ സൃഷ്ടിച്ചയച്ചത്, ഈ ശാസ്ത്രജ്ഞരെ ഞാൻ സൃഷ്ടിച്ചു വിട്ടത് നിങ്ങളുടെ എല്ലാം അനുഗ്രഹത്തിന് വേണ്ടിയാണ്, നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കാൻ വേണ്ടിയാണെന്ന് അറിഞ്ഞുകൊള്ളുക. അപ്പം നമ്മളെ അനുഗ്രഹിക്കുന്ന ആരാണ്? ഋഷികളാണ്, ശാസ്ത്രജ്ഞരാണ്, അവർ തന്നെയാണ് ബ്രാഹ്മണർ. അവരെ വിട്ടിരിക്കുകയാണ് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അനുഗ്രഹിച്ച് സോൾവ് ചെയ്യാൻ. അവർ ശാസ്ത്രജ്ഞാനം തന്നിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾ രക്ഷപ്പെട്ടുകൊള്ളുക. എന്നോടൊപ്പം അവരും ലോകത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. എന്നോടൊപ്പം അവരും ലോകത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈശ്വരൻ ആരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്? ശാസ്ത്രജ്ഞന്മാരുടെ കൂടെയാണ് സഞ്ചരിക്കുന്നത്, ഋഷികളുടെ കൂടെ. ഋഷികളാണ് എല്ലാ ജ്ഞാനം എഴുതി വെച്ചത്. അവരുടെ കൂടെയാണ് ഈശ്വരൻ സഞ്ചരിക്കുന്നത്. ഈശ്വരനെ കാണിക്കൽ ശാസ്ത്രജ്ഞന്മാരുടെ അടുത്ത് പോയാൽ മതി. രോഗം വന്നു കഴിഞ്ഞാൽ ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ മതി. ഡോക്ടറുടെ കൂടെയാണ് ഈശ്വരൻ സഞ്ചരിക്കുന്നത്. ഡോക്ടറെ കാട്ടിയും കണ്ടെത്തുന്നത്, ഡോക്ടറെ കണ്ടെത്തിയത് വെച്ച് ചികിത്സിക്കുന്നതാണ്. ശാസ്ത്രജ്ഞന്മാർ, ഗവേഷണം നടത്തുന്നവരുണ്ട്. അവരാണ് മരുന്നെല്ലാം കണ്ടുപിടിച്ച് ഡോക്ടറോട് പറയുന്നത്. എന്നാലും ഡോക്ടറും ഈശ്വരൻ തന്നെയാണ്. എന്നിട്ട് 52-ൽ പറയാണ്, ദേവപ്രതിമകളും പുണ്യസ്ഥലങ്ങളും പുണ്യജലവും ദർശനം, സ്പർശനം, പൂജാനുഷ്ഠാനം എന്നിവയാൽ സാവധാനത്തിൽ ഏറെ കാലം കൊണ്ട് മാത്രം ശുദ്ധീകരിക്കുന്നു. ഈ പൂജയെല്ലാം നടത്തിയിട്ട് വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ കുറേ കാലം നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്നാലും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ശുദ്ധമാകുന്നേ പറയുന്നുള്ളൂ. അല്ല നിങ്ങളെ കാര്യം സാധിക്കുന്നു ഒന്നും പറഞ്ഞിട്ടില്ല. അതേസമയം ഉത്തമ ബ്രാഹ്മണരുടെ അവരൊന്ന് ദൃഷ്ടി പതിപ്പിച്ചാൽ മതി, നിങ്ങൾ പൂർണ്ണമായി ശുദ്ധമാകും. ജ്ഞാനം തികഞ്ഞ ആളുടെ ഒരു ദൃഷ്ടി നിങ്ങളിൽ പതിച്ചാൽ നിങ്ങളുടെ പാപമകലും, അല്ലാതെ നിങ്ങൾ ശുദ്ധമാകില്ല. അത്രയും ദിവ്യന്മാരുടെ മനുഷ്യരുടെ ഒരു ദൃഷ്ടി പതിപ്പിച്ചാൽ കിട്ടുന്ന ജ്ഞാനം അല്ലെ ശുദ്ധി, ഈ പ്രതിമകളെയെല്ലാം പൂജിച്ചുകൊണ്ട് എത്ര കാലം നിങ്ങൾ പൂജിച്ച് നടന്നാലും സാവധാനത്തിൽ നിങ്ങൾ ശുദ്ധമായെന്ന് വരാം. വരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെ എല്ലാ കാര്യവും സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവർ ചിലപ്പോൾ സോൾവ് ചെയ്ത് തരും. കൊറോണ ഉണ്ടായപ്പോൾ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം അതിനുള്ള മരുന്ന് കണ്ടുപിടിച്ചെന്തെല്ലാം കുത്തി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരാണ് ക്ഷയരോഗത്തിനെല്ലാം മരുന്ന് കണ്ടുപിടിച്ച് തന്നിരിക്കുന്നത്. അപ്പം അവരാണ് നിങ്ങളെ രക്ഷിച്ചത്. അപ്പം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ നോക്കേണ്ട അവരിലേക്കാണ്. അല്ലാതെ ഈശ്വരൻ്റെ പിന്നാലെ നടന്നിട്ട് എന്ത് കാര്യം? ഈശ്വരൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഈശ്വരൻ അവരുടെ കൂടെ സഞ്ചരിക്കുകയാണ്. കൂടെ അവരുണ്ട്. ഈശ്വരൻ അവരുടെ കൂടെയാണുള്ളത്. 53. ഈ ലോകത്തിൽ എല്ലാ തരത്തിലുമുള്ള പ്രാണികളിലും വെച്ച് ബ്രാഹ്മണൻ ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠരാണ്. ഇങ്ങനെ ഒരു ചിന്തകനായ വ്യക്തി വരുന്നുണ്ടെങ്കിൽ
അവനാണ് ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠൻ. തപസ്സോടും ജ്ഞാനത്തോടും സന്തുഷ്ടിയോടും എൻ്റെ ഉപാസകരെയോടുകൂടി വർത്തിക്കുന്ന ബ്രാഹ്മണൻ പിന്നെ ചിന്തിക്കേണ്ടതുണ്ടോ? കാര്യം ചോദിക്കേണ്ടതുണ്ടോ? അതേസമയം അവർ തപസ് ചെയ്ത് എപ്പോഴും ആ ഒരു ജ്ഞാനസമ്പാദനത്തിനായി ജീവിതം മുടങ്ങി വെച്ച ഈ ഋഷികൾ, വേദവ്യാസനും ഇവരെല്ലാം തപസ് കൊണ്ടും ജ്ഞാനം കൊണ്ടും, ബ്രാഹ്മണന ജന്മം കൊണ്ട് ബുദ്ധിയുള്ളവനാണ് ശ്രേഷ്ഠൻ. അതിൽ തപസ് അവർ ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ചവരാണ് ഋഷികൾ, വേദവ്യാസനും ഋഷികളും. ജ്ഞാനം കൊണ്ട് എല്ലാ ജ്ഞാനവും തികഞ്ഞവരാണ് അവർ. സന്തുഷ്ടി, അവരെപ്പോഴും സന്തുഷ്ടരാണ്. വേറെ ഒന്നിൽ അവർക്ക് ആഗ്രഹമില്ല. എൻ്റെ ഉപാസനയോടുകൂടി എനിക്ക് വേണ്ടി, ലോക നന്മയ്ക്ക് വേണ്ടി അവർ കർമ്മം ചെയ്തതാണ്. ആ ബ്രാഹ്മണനെ പറ്റി പിന്നെ ചിന്തിക്കേണ്ടതുണ്ടോ? അതായത് ഈ വന്ന പക്ഷികളെ നിങ്ങളങ്ങ് സ്വീകരിച്ചേക്കുക. 4 കൈകളുള്ള ഈ രൂപം പോലും എനിക്ക് ബ്രാഹ്മണനേക്കാൾ ഇഷ്ടമല്ല. എനിക്ക് 4 കൈയെല്ലാം ഉണ്ട്, അതുപോലും എനിക്കിഷ്ടമല്ല. ബ്രാഹ്മണൻ്റെ അത്ര ഇഷ്ടം എനിക്കില്ല. ബ്രാഹ്മണനാണ് എനിക്കിഷ്ടം. എനിക്ക് 4 കൈയുണ്ടായിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ബ്രാഹ്മണനെയാണ് ഇഷ്ടം. ബ്രാഹ്മണൻ സർവവേദസ്വരൂപമാകുന്നു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സർവവേദങ്ങളുടെയും സ്വരൂപമാണ്. അല്ലാതെ 3ഉം 2ഉം കൂട്ടാൻ പോലും അറിയാത്ത കക്ഷികൾ, വേദത്തിൻ്റെ വരികളുടെ അർത്ഥം അറിയാത്തവര് ബ്രാഹ്മണനൊന്നും ആയില്ല. സർവവേദസ്വരൂപമാകുന്നു. വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. പ്രപഞ്ചരഹസ്യം മുഴുവൻ അറിഞ്ഞവരാണ് ബ്രാഹ്മണൻ. ഞാൻ ദേവസ്വരൂപമാകുന്നു. ഞാൻ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ സ്വരൂപമാണ്. ഞാൻ ഈ പ്രപഞ്ചമായി മാറി. പ്രപഞ്ചത്തിൻ്റെ സ്വരൂപമാണ് ഞാൻ. എന്നാൽ എല്ലാ ജ്ഞാനത്തിൻ്റെയും സ്വരൂപനാരാണ്? ബ്രാഹ്മണൻ ആണ്. ഈ വിധം മനസ്സിലാക്കാതെ ഈ തരത്തിൽ ഈശ്വരനെ മനസ്സിലാക്കണം. ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ലോകത്തിലുള്ള സർവ്വസാധനങ്ങളും ഈശ്വരനാണ്. പട്ടിയായാലും പൂച്ചയായാലും ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും ആർത്തവമുള്ള സ്ത്രീ ആയാലും എന്തായാലും അവരെല്ലാം ഈശ്വരനാണ്. പിന്നെയോ ഈ വിധം മനസ്സിലാക്കാതെ, എന്നാൽ ജ്ഞാനം ഏറ്റവും ജ്ഞാനം തികഞ്ഞ ആൾക്കാരാണ് ബ്രാഹ്മണർ. അറിവ് ജ്ഞാനത്തിൻ്റെ മൂർത്തി രൂപമാണ് ബ്രാഹ്മണർ. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും ഈശ്വരനാണ്. ഈ വിധം മനസ്സിലാക്കാതെ പരൽ കഷ്ണത്തെ കണ്ട് പൊറുക്കാൻ കഴിയാതെ, കല്ലിന് ഒന്നും വലിയ വില കാണിക്കില്ല, അത് കല്ല്. എന്നാൽ കല്ല് കൊണ്ടുണ്ടാക്കിയ പ്രതിമയിൽ ആരാധന കാണുന്നവരായ ദുഷ്ടബുദ്ധികൾ, കല്ല് അത് നിസ്സാരം, എന്നാൽ കല്ല് കൊണ്ടൊരു ബിംബന്മാരി ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ അതെന്തോ വലിയതാണെന്ന് കരുതുന്ന ദുഷ്ടബുദ്ധികൾ അവരുടെ ഗുരുവും ആത്മാവും എൻ്റെ സ്വരൂപവുമായ ബ്രാഹ്മണനെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്നു. അവർ പ്രതിമകളുടെ പിന്നാലെ പോയിട്ട് ആരാധിച്ചിട്ട് ആ ദുഷ്ടബുദ്ധികൾ എന്താണ് ചെയ്യുന്നത്? എൻ്റെ സ്വരൂപം, അവരുടെ ഗുരുവാണ്, ആത്മാവാണ്, എൻ്റെ സ്വരൂപമായിരിക്കുന്ന ബ്രാഹ്മണനെ, യഥാർത്ഥ ജ്ഞാനം തികഞ്ഞ ബ്രാഹ്മണനെ അവർ നിന്ദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നല്ല ജ്ഞാനം വെച്ച് തത്വങ്ങൾ, വേദങ്ങൾ, ഭാഗവതത്തിലെ കാര്യങ്ങളെല്ലാം ശരിയായ നിലയിൽ പറയുന്നവരെ അവരെന്ത് ചെയ്യും? നിന്ദിക്കും. എന്നിട്ട് ഈ പ്രതിമേൻ്റെ പിന്നാലെ പോകും, പൂജയും എന്തെല്ലോ ആയിട്ട് അതിൻ്റെ പിന്നാലെ പോകും. ആരെങ്കിലും ഭാഗവതം ശരിയായ നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ അവരെ നിന്ദിക്കും.
അവൻ അവിടെ കിടന്നിട്ടുണ്ടല്ലോ പറയുകയാണെന്ന് പറയും. ഇനി 56, ബ്രാഹ്മണൻ എല്ലാറ്റിലും എന്നെ കാണുന്നത് കൊണ്ട്, എല്ലാറ്റിലും എന്നെ കാണുന്നവനാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ളൊരു ബ്രാഹ്മണന് അത് തൊട്ടുപോയ അശുദ്ധിയാണ്, അവൻ മറ്റേ നീചരാണ്. എന്നെ തൊട്ട അശുദ്ധിയായി പോകും. സ്ത്രീകളൊന്നും എൻ്റെ അടുത്ത് വരാനേ പാടില്ല, കാരണം ദൂരെ നിന്നിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയും. ബ്രാഹ്മണൻ എല്ലാറ്റിലും എന്നെ കാണുന്നത് കൊണ്ട്, എല്ലാറ്റിലും ബ്രാഹ്മണൻ എന്നെ കാണുകയാണ്. ജംഗമവും സ്ഥാപനവുമായ ഈ ലോകവും ഈ ലോകത്തിൻ്റെ കാരണമായ എന്തെല്ലാം ഉണ്ടോ അവയും എൻ്റെ രൂപമായി മനസ്സിൽ കാണുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും അയാൾ എൻ്റെ രൂപമായി കാണുന്നു. അപ്പോൾ ഒരു ബ്രാഹ്മണൻ, അവൻ്റെ അടുത്ത് ഒരു പിച്ചക്കാരൻ വന്നാലും, ഒരു വേശ്യ വന്നാലും, ഒരു ആർത്തവമുള്ള സ്ത്രീ വന്നാലും, ഒരു ശുദ്ധിയില്ലാത്ത ഒരു കക്ഷി വന്നാലും, പ്രസവം കഴിഞ്ഞ ഉടനെയുള്ളൊരു സ്ത്രീ വന്നാലും, എല്ലാം ഈശ്വരനായി കാണും. പിന്നെ തൊട്ടാൽ എങ്ങനെയാണ് അശുദ്ധി ആകുന്നത്? എങ്ങനെയാണ് ഭേദഭാവം ഉണ്ടാകുന്നത് ഒരു ബ്രാഹ്മണന്? ഇത് ആരാണ് പറയുന്നത്? ഭാഗവതമാണ്. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭാഗവത പ്രഭാഷണമായിട്ട് നടക്കുകയാണ്. നമുക്ക് ഇതൊന്നും ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയിട്ടില്ല. എന്താ ഇതൊന്നും കാണാൻ പറ്റാതെ? ഇതെല്ലാം ഭാഗവതം എഴുതി തന്നിരിക്കുകയാണ്, എന്നിട്ടും ഇതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് അതിനാൽ ഹേ ബ്രാഹ്മണ, ഈ ബ്രാഹ്മണനോട് പറയാ, ഈ ബ്രഹ്മർഷിമാരെ, അതുകൊണ്ട് വേദവ്യാസ കൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, ഈ ബ്രഹ്മർഷിമാരെ, അതായത് എൻ്റെ വേദവ്യാസരെ, അത്രി മഹർഷിയെ, അഗസ്ത്യനെ, ഇവരെയെല്ലാം എന്നിലുള്ള ആദരവോടെ ആരാധിച്ചാലും, എന്നെ കണക്കെ അവരെ ആരാധിച്ചാലും, അങ്ങനെയായാൽ ഞാനും ആരാധിതനായി. നിങ്ങൾ എന്നെ ഒന്നും ആരാധിക്കണ്ട. കൃഷ്ണൻ പറയാണ്, എന്നെ ഒന്നും ആരാധിക്കണ്ട, അവരെ ആരാധിച്ചാൽ എന്നെ ആരാധിച്ചതിന് സമാനമായി. ബുദ്ധിയുള്ള മനുഷ്യരെ, സത്യം വിളിച്ചു പറയുന്ന ജ്ഞാനം തികഞ്ഞ ആൾക്കാരെ ആരാധിച്ചാൽ കൃഷ്ണനെ ആരാധിച്ചതിന് തുല്യമായി. അല്ലാത്ത പക്ഷം ഏത് ഉപചാരം കൊണ്ടും ഞാൻ ആരാധിതനാവില്ല. അതല്ലാതെ വേറെ എന്ത് തരം ഉപചാരം നിങ്ങൾ കാട്ടിക്കൂട്ടിയാലും എന്നെ ആരാധിച്ചതായിട്ട് വരില്ല. വേദവ്യാസം പറഞ്ഞ് ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ബുദ്ധിയുള്ള ജ്ഞാനമുള്ള ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതം അർപ്പിച്ച ചിന്തകരായ മനുഷ്യരെ ആരാധിക്കുക. അവരിലൂടെയാണ് നിങ്ങളുടെ ലോക പുരോഗതി ഉണ്ടാകുന്നത്. അവർ പുതിയ പുതിയ ആശയങ്ങൾ നിങ്ങൾ പറഞ്ഞു തരും, അവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും. അതിലൂടെയാണ് നിങ്ങൾ ലോകം പുരോഗമിക്കുന്നത്. അവരോടൊപ്പമാണ് ഈശ്വരൻ ഇരിക്കുന്നത്. അവരെ ആരാധിക്കുക. അപ്പോൾ ഈശ്വരനെ ആരാധിച്ചതിന് തുല്യമാണ്. എല്ലാതെ വല്ല കല്ലും എടുത്തിട്ട്, ഈ അർത്ഥം മനസ്സിലാക്കാതെ കല്ലും എടുത്തെല്ലാം പൂജിക്കുന്നവരെ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞ ആവട്ടെ. അങ്ങനെയല്ലാതെ വേറൊരു തരത്തിൽ ആരാധിച്ചാൽ ഞാൻ ആരാധിതനാവില്ല. 58 ഭഗവാൻ ഇപ്രകാരം ഉപദേശിച്ചതോടെ ശ്രുതദേവനും ആ രാജാവും ഇദ്ദേഹം ബ്രാഹ്മണനും മിഥില രാജാവും ബഹുലാശ്വൻ എന്ന മിഥില രാജാവും ശ്രീകൃഷ്ണൻ്റെ കൂടെ ആ ഋഷിമാരെയെല്ലാം ആദരിച്ചു, സൽഗതിയെ പ്രാപിച്ചു. അങ്ങനെ ആ രണ്ട് ഭക്തന്മാർക്കും സൽഗതിയെ, അതായത് ഈ വേദരഹസ്യെല്ലാം ഉപദേശിച്ച ശേഷം
ശ്രീകൃഷ്ണൻ എന്ത് ചെയ്തു? കുറച്ച് നാൾ അവിടെ താമസിച്ചിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. അപ്പോൾ അധ്യായം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഋഷികളെ ഇതെല്ലാം കണ്ടെത്തിയ ഏറ്റവും പൂർണ്ണജ്ഞാനം നേടിയവർ വേദ ഋഷികൾ തന്നെയാണ്. അത് വേദവ്യാസൻ ഈ വേദങ്ങൾ എഴുതിയ ഋഷിയെ ആരാധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃഷ്ണനെ കൊണ്ട് പറയിപ്പിച്ചെന്നേ ഉള്ളൂ. വേദവ്യാസം നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, ആരും കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് കൃഷ്ണൻ എന്നൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ചുകൊണ്ട് പറഞ്ഞു. അതേ കൂട്ടത്തിൽ അങ്ങനെ പേരും ഇടയ്ക്ക് കയറ്റി വെച്ചിട്ടുണ്ട്.